ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റമോട്ടേഴ്സ് കാവന്നൂർ റോഡ് സൈഡിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് കുറച്ച് നോയ്സ് ഒക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. ഞാനിപ്പോൾ ഒരു സെയിലിനുള്ള വണ്ടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു പഴയ മോഡൽ പിന്നെ UCE BS3 വണ്ടി കൊടുക്കാറുണ്ടോ ചോദിച്ചു. 2015 മോഡലാണ് ഈ വണ്ടി വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇടാനുള്ള കാരണം അത്രയും ക്വാളിറ്റിയിലെ വണ്ടി ആയതുകൊണ്ട് കേട്ടോ. ക്വാളിറ്റിയിലെ വണ്ടി തരുന്ന ആളുകൾക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. കറക്റ്റ് 48,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. സിൽവർ കളറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പാർട്ടി ഉപയോഗിച്ച വണ്ടിയാണ്, നമ്മുടെ സർവീസിന് വരുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ ഇതിൻ്റെ മുകളിൽ പെയിന്റ് എന്തോ താഴെ വീണത് കുറച്ചും സ്ക്രാച്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ സ്ക്രാച്ച് ഉണ്ട്. അപ്പോൾ ഈ കിലോമീറ്റർ ജെന്യൂൻ ആണ്. പിന്നെ അതേമാതിരി ടാങ്ക് കാര്യങ്ങളൊക്കെ നോക്കുക. ടാങ്കൊക്കെ നല്ല വൃത്തിയുള്ള ടാങ്കാണ് കേട്ടോ. 2000 സിൽവർ കാര്യങ്ങൾ പെയിന്റിങ് ടച്ചിങ് ഒന്നും എവിടെയും നടന്നിട്ടൊന്നും ഇല്ല എന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ട്. ഇല്ല, ടച്ചിങ് ഒന്നും എവിടെയും നടന്നിട്ടില്ല. നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് വണ്ടി. പിന്നെ പറയാനുള്ളത് സൈലൻസറിന്റെ ബെൻഡിന് കുറച്ച് തുരുമ്പിട്ടെന്നുള്ള മാത്രമേ ഉള്ളൂ. പിന്നെ എഞ്ചിന്റെ ഒരു ബഫിങ് കാര്യങ്ങൾ ഒന്ന് ബഫ് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വണ്ടി തന്നെ നമുക്ക് പോളിഷ് ചെയ്തിട്ട് വൃത്തിയിൽ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്താൽ വൃത്തിയാവുന്നൊരു വണ്ടിയാട്ടോ. പിന്നെ സീറ്റ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് സീറ്റ് ഫിറ്റ് ചെയ്താൽ കുറച്ച് കംഫർട്ട് കിട്ടാൻ ഈ പുള്ളിക്കാരൻ സ്റ്റാൻഡേർഡ് സീറ്റ് ഫിറ്റ് ചെയ്തായിരുന്നു. പിന്നെ ബാറ്ററി പുതിയതാണ്. പിന്നെ ടയർ നോക്കുക, ടയർ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ വീലിന്റെ സ്പോക്സിന്റെ കളർ നോക്കണ്ട. ഇത് കഴുകാത്ത വണ്ടി, വാട്ടർ സർവീസ് ചെയ്യാത്ത വണ്ടിയാണ്. ഇതിന്റെ സ്പോക്സിന്റെ കളർ നോക്കുക. ഒന്നും തന്നെ തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്ന് കഴുകി കഴിഞ്ഞാൽ വൃത്തിയാവുന്ന വണ്ടിയാണ്. റിയർ ഷോക്ക് ആണെങ്കിൽ ലീക്ക് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഞാനിതൊരു എൻ്റെ വണ്ടിയല്ല കേട്ടോ, നമ്മുടെ കസ്റ്റമർ വണ്ടിയാണ്. നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ പുള്ളിക്കാരൻ വണ്ടി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു വീഡിയോ ഒരുപാട് ആളുകൾ എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിച്ചിരുന്നു, വണ്ടി UCE വണ്ടി പഴയത് കൊടുക്കാറുണ്ടോ ചോദിച്ചിട്ട്, അല്ല കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നല്ല വണ്ടി നമുക്ക് എല്ലാ വണ്ടിയും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചില വണ്ടികൾ അങ്ങനത്തെ വണ്ടികളുണ്ടാവുക. അപ്പോൾ എനിക്കിത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ വണ്ടി എന്ന് തോന്നിയൊരു വണ്ടി ആയതുകൊണ്ടാണ്. ഇപ്പോൾ സൈലൻസർ ആണെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിലെ ടയർ 2 ടയർ പുത്തൻ ടയർ മാറ്റിയതാണ്. നമുക്കൊരു സ്കൂട്ടർ ആക്കാന്നുള്ള രീതിയിലേക്ക് കൊടുക്കാൻ തോന്നുന്നു. അപ്പോൾ ഉപയോഗമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ വണ്ടി, അത് ഓടാത്തത് കൊണ്ടാണ് വണ്ടി ഈ ഒരു ഇതിൽ കിടക്കുന്നത്. പിന്നെ ഓയിലൊന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും. വണ്ടി എടുക്കുന്ന ആരാണെങ്കിൽ ഇപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അതാണിപ്പോൾ ആ ഒരു പ്രശ്നമായിട്ട് പറയാനുള്ളൂ. ബാറ്ററി കവറൊക്കെ നോക്കുക. ബാറ്ററി കവർ കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ടുണ്ട്. പിന്നെ ചേസ് കാര്യങ്ങൾ, ബെൻഡ് കാര്യങ്ങളൊന്നുമില്ല. ആക്സിഡന്റ് വണ്ടിയല്ല. അപ്പോൾ ധൈര്യമായിട്ട് ആവശ്യമുള്ള ആളുകളാണെങ്കിൽ പെട്ടെന്ന് പാർട്ടി ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന വണ്ടിയാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് ഇട്ട് നോക്കാം. പാർട്ടിക്കാർ ഒരുപാട് ചോദിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ, അത്യാവശ്യക്കാരൻ്റെ BS4 വണ്ടി ഒന്ന് എടുക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പം പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. കാരണം വണ്ടി നീറ്റ് വണ്ടിയാണ്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. പിന്നെ എടുക്കുന്ന ആളുകൾ എന്തായാലും ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്യണം വണ്ടി. അതായത് ഓയിൽ സർവീസ് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്യണം. പുള്ളിക്കാരൻ സർവീസ് ചെയ്തിട്ടില്ല, ഈ സർവീസ് ചെയ്തിട്ടില്ല. ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. ബാക്കി എഞ്ചിൻ പരമായിട്ടും ബാക്കി എല്ലാ കാര്യങ്ങളും വണ്ടി ഫിറ്റാണ്. ചെയിൻ സ്പോക്കറ്റ് ആണെങ്കിലും ചെയിനൊന്നും വലിഞ്ഞിട്ടില്ല. സ്പോക്കറ്റിന്റെ ടീത്തൊന്നും പൊട്ടിയിട്ടില്ല. എഞ്ചിനും ആണെങ്കിൽ ഓയിൽ ലീക്കോ റോക്കർ ഓയിൽ ലീക്കോ ഒന്നുമില്ല. അത് വാട്ടർ സർവീസ് ചെയ്ത കുറച്ചൊരു വൃത്തി ഉണ്ടാവുന്നു. ഇപ്പം എനിക്ക് ഞാൻ വെളിയിൽ ഇറങ്ങുന്ന സമയത്താണ് വണ്ടിയും കൊണ്ട് വന്നത്. അതുകൊണ്ട് എനിക്കിത് വാട്ടർ സർവീസ് ചെയ്ത് വീഡിയോ എടുക്കാൻ ടൈമില്ലാത്തത് കൊണ്ട് മൂപ്പർക്ക് അതിനായിട്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ഇതാണ് ബാക്ക് സീറ്റ്. പിന്നെ ക്ലാസിക്കിന്റെ സീറ്റ് തന്നെ വെച്ച് തരുന്നതുണ്ട്. ബാക്കിന്റെ ആവശ്യമുള്ള ആളുകൾ ക്ലാസിക്കിന്റെ സീറ്റ് ഇതിന്റെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അത് ആവശ്യമുള്ള ആൾ ക്ലാസിക്കിന്റെ സീറ്റ് അയച്ചു വെച്ചതുണ്ട്. അത് തരുന്നതാണ്. നോക്കുക. ഇപ്പൊ സിൽവർ കളറ് താല്പര്യപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ സിൽവർ കളർ എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. ഒന്നും ചെയ്യേണ്ട പെയിന്റിങ് കാര്യങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വണ്ടിമാണ് ജസ്റ്റ് ഒന്ന് എഞ്ചിനൊന്ന് ബഫ് ചെയ്തെടുത്താൽ മാത്രം മതിയോ. ബാക്കി നല്ല നീറ്റാണ് വണ്ടി. വേണ്ട ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.